അപ്പൊ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസില് ഒരു അവൻ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞ് പക്ഷേങ്കിൽ എന്താണ് പരീക്ഷ എഴുതാൻ നാളെയോ അടുത്ത ആഴ്ചയാണ് പരീക്ഷ. അപ്പൊ അതുകൊണ്ടാണ് പഠിച്ചിരുന്നു എന്ന് പറയാതെ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നമ്മൾ എഴുതാൻ ശ്രമിക്കുകയാണ്. അവൻ, അപ്പോ ഹി സബ്ജക്ട് സിംഗുലർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? ഹാസ് ആണ് എഴുതുക. ഹി ഹാസ് studied. He has studied for examination. അവൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ക്ഷണിച്ചത് കഴിഞ്ഞ ദിവസങ്ങളാണ്, കഴിഞ്ഞ ആഴ്ചയാണ്. പക്ഷേങ്കിൽ കല്യാണത്തിനോ അവളുടെ ഹൗസ് വാമിംഗ് സെറമണിക്കാണ് ക്ഷണിച്ചത്. അടുത്തയോ അല്ല അതിന്റെ അപ്പുറത്തെ ആഴ്ചയോ അല്ലെ അടുത്ത മാസമാണ് അത് വരുന്നത്. അതുകൊണ്ടാണ് ക്ഷണിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷണിച്ചിരുന്നു എന്ന് പറയാതെ ഇവിടെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എഴുതാൻ ശ്രമിക്കുകയാണ്. ഷീ സിംഗുലർ ആണ്, അതുകൊണ്ട് ഷീ ഹാസ്. ക്ഷണിക്കുക എന്നുള്ളതിന്റെ V3 ആണ് ഇൻവൈറ്റഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഷീ ഹാസ് ഇൻവൈറ്റഡ് മീ, എന്നെ. ഷീ ഹാസ് ഇൻവൈറ്റഡ് മീ. അടുത്ത് നിങ്ങൾ നോക്ക്, അവർ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ എന്നുള്ള ദയാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് സെന്റൻസുകളിൽ സബ്ജക്റ്റ് സിംഗുലർ ആണ്, പക്ഷെ ഇവിടെ പ്ലൂറൽ ആണ്, ദേ. അപ്പൊ ദേ പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ഹാവ് ആണ് എടുക്കുക, ഓക്സിലറി വെർബ്. ദേ ഹാവ്. എഴുതുക എന്നുള്ളതിന്റെ V3 റിട്ടൺ. ദേ ഹാവ് റിട്ടൺ examination. അടുത്ത സെന്റൻസ് നോക്കുക. ഞങ്ങൾ താജ്മഹൽ സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പൊ താജ്മഹൽ സന്ദർശിച്ചു കഴിഞ്ഞു, പക്ഷെ ആദ്യമായിട്ട് താജ്മഹൽ സന്ദർശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അയാളെ മനസ്സിൽ എഫക്ട് ചെയ്യും. കുറച്ച് ദിവസങ്ങൾ, കുറച്ച് മാസങ്ങൾ, അതിന്റെ ആ ഒരു മാസ്മരികമായ സൗന്ദര്യം നമ്മൾ എഫക്ട് ചെയ്യും. ആദ്യമായി കാണുന്ന ആളാണ്. അപ്പോൾ ഒരാഴ്ച മുമ്പിലോ 2 ആഴ്ച മുമ്പിലാണ് അയാൾ കണ്ടത്. പക്ഷെ ഇപ്പോൾ അയാളുടെ മനസ്സിൽ ആ താജ്മഹലിന്റെ സുന്ദരമായ കാഴ്ചകൾ, മാസ്മരികമായ കാഴ്ചകൾ എഫക്ട് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വി ബഹുവചനാണ്. വി ഹാവ് വിസിറ്റഡ് താജ്മഹൽ. We have visited Taj Mahal. ഞാൻ നോവൽ വായിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഞാനാണ് സബ്ജക്റ്റ്, ഏകവചനമാണ്. പക്ഷെ ഇവിടെ എന്താണ്? ഐനെ നമ്മൾ ഇവിടെ ഫ്ലോറലായിട്ട് പതിവിക്കണം. അപ്പൊ ശരിക്കും എടുക്കേണ്ട ഹാവ് ആണ്, ഹാസ് ആണ്. പക്ഷെ ഇവിടെ ഹാവ് ആണ് എടുക്കുക, ശ്രദ്ധിക്കണം. അപ്പോ ഐ ഹാവ് റെഡ് സ്പെല്ലിംഗ് ഒരേപോലെയാണ്. I have read novel. അവർ എന്നെ സഹായിച്ചിട്ടുണ്ട്. അവർ ബഹുവചനമാണ്, അതുകൊണ്ട് തന്നെ ഹാവ് ആണ് വരിക, ഓക്സിലറി വെർബ്. They have helped ആണ്. They have helped me. They have helped me. അടുത്തത് എൻ്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എൻ്റെ അമ്മ എന്നുള്ളത് മൈ മദർ. മൈ മദർ ഒരാളാണ്, സിംഗുലർ ആണ്. മൈ മദർ. അതുകൊണ്ട് എന്താണ് ഇതിൽ ഓക്സിലറി വെർബ് ഹാസ് ആണ്. മൈ മദർ ഹാസ്. വഴക്ക് പറയുക എന്നുള്ളത് സ്കോൾഡ് ആണ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ സ്കോൾഡഡ് ആണ്. മൈ മദർ ഹാസ് സ്കോൾഡഡ്. SCOLDED. സ്കോൾഡഡ് മീ. എൻ്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സെന്റൻസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെയാണ് സെന്റൻസുകൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസുകളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്.